കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് ഇതേപോലെ നാരങ്ങ തോട്, ഇതിപ്പോൾ നാരങ്ങ വാടിയ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് കറിവേപ്പില, അതേപോലെ മൈലാഞ്ചി ഇലയൊക്കെ ചീത്തയാവുന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്തുണ്ടാകുന്ന പുഴുക്കൾ, അതേപോലെ തന്നെ ഇലയൊക്കെ ചീത്തയായിട്ട് പുഴുവൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ, ഇതിപ്പം ഇലയെല്ലാം പുഴു തിന്നിട്ട് നല്ല രീതിയിൽ വന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ പുഴു ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഇലയൊക്കെ നല്ല രീതിയിൽ മേപ്പോട്ട് വരും. അതേപോലെ മൈലാഞ്ചി ഇല കണ്ടോ, അതിനകത്തൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതേപോലെ നാരങ്ങ തോട് കഞ്ഞിവെള്ളത്തിനകത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് ആ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ച്, കാരണം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, അതിനകത്ത് ഇട്ട് വെച്ച ആ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് തന്നെ ഞാനതുകൊണ്ട് ഇപ്പം 4 ഭാഗത്തും തേച്ചിട്ട് ഉണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും. അപ്പോൾ നമ്മൾ സോപ്പ് വെച്ചൊക്കെ തേക്കുന്ന കണക്കല്ല ഇത്. പ്രത്യേകിച്ച് നാരങ്ങയുടെ ആ ഒരു ചാറ് അതിനകത്തോട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെയും അതിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും. കിച്ചണിൽ നല്ലൊരു മണമായിരിക്കും. നമുക്ക് നാരങ്ങയുടെ തൊണ്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ആ സിങ്കിൻ്റെ സീവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനകത്തു നിന്നുള്ള പാറ്റ, രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന പാറ്റ ശല്യം, ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നാരങ്ങാത്തൊണ്ട് അതിനകത്തോട്ട് വെച്ചും കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് കിടക്കുന്ന നാരങ്ങ അതിനകത്ത് തന്നെ നല്ലോണം ഒന്ന് പിഴിഞ്ഞൊഴിക്കുക. ഇതിപ്പോൾ ഞാൻ നാരങ്ങ തൊണ്ടല്ല, വാടിയ നാരങ്ങയാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ നല്ല രീതിയിൽ ചാറുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അത് കഞ്ഞിവെള്ളത്തിനകത്ത് ഫുള്ളതൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മങ്ങിയ ഗ്ലാസ്, നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകളുണ്ടല്ലോ, കുപ്പി ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും എന്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പം ഈ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനകത്തുണ്ടോ അതിൻ്റെ ആ ഒരു ചാറ് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ തൊണ്ട് വെച്ച് തന്നെ തേച്ച് കൊടുക്കുകയും ചെയ്യാം. കാരണം കല്ലിത് ഇങ്ങനെ വെച്ച് തേക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ആ ഗ്ലാസ്സുകളൊന്നും മങ്ങിപ്പോകത്തില്ല, നല്ലൊരു തിളക്കമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തേച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രവും കഴുകിയെടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടോ സോപ്പ് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. കണ്ടോ ആ ഗ്ലാസിൻ്റെ ആ ഒരു വെട്ടം, ആ ഒരു തിളക്കം കണ്ടോ, പുതിയതായിട്ട് നമ്മൾ മേടിച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്ക് ദണ്ട ഇതേപോലെ ആ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുന്നതൊന്നുമില്ല, അപ്പം തന്നെ ഒന്ന് തേച്ചെടുക്കുകയാണ്. ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് മാത്രം തൊണ്ട തേച്ചെടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ കണ്ടോ അഴുക്ക് അതിനകത്തുള്ള ഇതെല്ലാം കറയെല്ലാം പോവും. ആ കറയെല്ലാം പോയിട്ട് പാത്രങ്ങൾക്ക് നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ അഴുക്കാവുകയും ചെയ്യും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തേക്കുമ്പം തന്നെയും പാത്രങ്ങൾക്ക് നല്ലൊരു തിളക്കം ഉണ്ടാവും. അതാണ് ഇത് തന്നെ വെറും ആ ഒരു നാരങ്ങ നീരിൻ്റെ കഞ്ഞിവെള്ളത്തിനകത്ത് തന്നെയാണ് ഇതെല്ലാം കഴുകിയെടുത്തത്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിനും ക്ലീൻ ആക്കി എടുക്കാം. ഇതിപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ ക്ലോസറ്റ് അതിനകത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ടൊന്ന് ഫ്ലഷ് ചെയ്താൽ മതി. ഇതേപോലെ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നമ്മൾ രാത്രി ഒഴിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മതി. ക്ലോസറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് ബ്രഷിട്ട് തേച്ചൊരച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മണവും കൂടെ ആയിരിക്കും നമുക്ക് സിങ്കിനകത്തൊന്നും വാഷ് ബേസിനകത്തൊന്നും അതേപോലെ ക്ലോസറ്റിനകത്ത് ഒഴിച്ചാൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്.